അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും കൂടി അത്യാവശ്യം വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. 97 ടീം എത്തുമ്പോഴാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് അഭിഷേക് ശർമ്മ ആക്ച്വലി 2 പ്രാവശ്യം ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ചാൻസ് എന്ന കുറച്ച് ടഫ് ചാൻസ് ആണ്. പക്ഷെ എന്നാലും അത് എടുത്തിരുന്നെങ്കിൽ കളിയുടെ ടോട്ടൽ ഒന്ന് മാറിയേനെ, കുറച്ചൊന്ന് പ്രഷർ വീണേനെ. പക്ഷെ ആ 2 ക്യാച്ചസ് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ, അതായത് ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡിഫിക്കൽട്ടി ആണെങ്കിലും ഡ്രോപ്പ് ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ആളുടെ അടിയിൽ ഒരു മയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശരിക്കും ആ ഒരു SRHന്റെ ബാറ്റിംഗിൽ ഒന്നും കൂടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. 22 ബോളിൽ 56 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4ഉം 5 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 254 ആയിട്ട് ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 97 2 വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് ഒരു കിഡിലൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ഹെൻറിക് ക്ലാസനും ഇഷാൻ കിഷനും തമ്മിൽ. 210 ആകുമ്പോഴാണ് ഹെൻറിക് ക്ലാസൻ ഔട്ട് ആവുന്നത്. ഹെൻറിക് ക്ലാസൻ നമുക്കറിയാലോ, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. എല്ലാ മാച്ചസിലും ആളുടേതായ ഒരു കിഡിലൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അത് ഇന്നലത്തെ മാച്ചിലും കാണാൻ വേണ്ടി പറ്റി. ക്ലാസ്സിൽ ഇന്നലെ തുടങ്ങിയത് കുറച്ച് മെല്ലെ ആയിരുന്നെങ്കിലും, കാരണം 9 ബോളിൽ 5 റൺസ് ഒക്കെ ഉള്ള സമയത്ത് നിന്ന് പിന്നീട് അങ്ങോട്ട് അടിച്ചിട്ട് 24 ബോളിൽ 51 റൺസാണ് എടുത്തത്. 2 4ഉം 5 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 212 ആയിട്ടാണ് സ്ട്രൈക്ക് റേറ്റ്. അതായത് ആ ഒരു സ്ട്രൈക്ക് റേറ്റിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് ഹെൻറിക് ക്ലാസൻ. 210 3 വിക്കറ്റ് പോയല്ലോ, ഓക്കെ, ഇത്രയും നല്ല ടോപ്പ് ഓർഡേഴ്സിലുള്ള ആൾക്കാരൊക്കെ പോയി, ഇനി കുറച്ചൊരു സമാധാനിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ട് ആ ഒരു കളി കഴിയുന്നവരെ നിതീഷ് കുമാർ റെഡ്ഡി ഇഷാൻ കിഷന്റെ ഒരു കോമ്പിനേഷൻ കൂടി അഗെയിൻ കാണാൻ വേണ്ടി പറ്റി. ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ്, അതായത് ടീമിന്റെ ടോട്ടൽ 255 എത്തുന്നവരെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 45 റണ്ണിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ്. ലാസ്റ്റ് ബോളിലാണ് ഇഷാൻ കിഷൻ ഔട്ട് ആവുന്നത്. 12 ബോളിൽ 29 റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി എടുത്തത്. ഒരു 4ഉം 3 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ സ്ട്രൈക്ക് റേറ്റ് 241 ആയിരുന്നു. 46 ബോളിൽ 79 റൺസാണ് ഇഷാൻ കിഷൻ എടുത്തത്. ഇന്നലത്തെയും ടോപ്പ് സ്കോറർ ഇഷാൻ കിഷൻ തന്നെയാണ്. 8 4ഉം 3 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. RCBന്റെ ബൗളേഴ്സിൽ ഇന്നലെ ആർക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം 10 മേലെയായിരുന്നു എല്ലാം റെഡി ആക്കണം. ഭുവനേശ്വർ കുമാർ ആവട്ടെ, ഹേസൽവുഡ് ആവട്ടെ, റസിക് സലാം ആവട്ടെ, 3 പേരും 50 മേലെയാണ് ഇന്നലെ സ്കോർ കൊടുത്തത് 4 ഓവർ ബോൾ ചെയ്ത സമയത്ത്. ഇതിൽ റസിക് സലാം മാത്രമാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ഷെപ്പേർഡൊക്കെ 3 ഓവറും 3 ഓവറും 2 ഓവറൊക്കെ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും 50 അടിച്ചേനെ. അതിൽ കൃണാൽ പാണ്ഡ്യ 2 ഓവറിൽ 24 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സുയാഷ് ശർമ്മയും 3 ഓവറിൽ 36 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 256 എന്നുള്ളൊരു ബിഗ് ടോട്ടൽ ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ RCBക്ക് സ്റ്റാർട്ടിംഗ് അത്ര മോശമായിരുന്നില്ല. നല്ല തുടക്കം തന്നെയായിരുന്നു. കാരണം ആ ഒരു പ്രഷറിലോട്ട് വീണു പോകാൻ സാധ്യതയുള്ള ഒരു മാച്ചിനെ പക്ഷേ പ്രഷറിൽ വീഴ്ത്താതെ ഗംഭീരമായിട്ട് അടിച്ചു തുടങ്ങിയത് നമ്മളെ വെങ്കടേഷ് അയ്യർ ആയിരുന്നു. വെങ്കടേഷ് അയ്യർ ഒരു ഭാഗത്തുനിന്ന് അടിച്ചു തുടങ്ങിയപ്പോൾ പിന്നീട് മെല്ലെ മെല്ലെ കിക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിയും. 4.3 ഓവറിൽ 60 റൺസ് ആകുമ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. വെങ്കടേഷ് അയ്യറിന്റെ ഒരു വെടിക്കെട്ടായിരുന്നു അവിടെ അത്ര വരെ ഉണ്ടായിരുന്നത്. 19 ബോളിൽ 44 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4ഉം 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 231 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പാർട്ട്ണർ, അതായത് കോഹ്ലിയുടെ പാർട്ട്ണർ ആയിട്ടുള്ള വെങ്കടേഷ് അയ്യർ ഔട്ടായതിനു ശേഷം പിന്നെ അത് അങ്ങോട്ട് അധികം നേരം നിൽക്കാണ്ട് തന്നെ 11 ബോളിൽ 15 റൺസ് എടുത്തിട്ടാണ് ഇന്നലെ കോഹ്ലി ഔട്ട് ആവുന്നത്. ദേവദത്ത് പടിക്കൽ കൊടുത്ത കോൺട്രിബ്യൂഷൻ ചെറുതായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 14 ബോളിൽ 21 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 4ഉം 1 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലും എല്ലാ മാച്ചസിലും അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. 94 3 എന്നുള്ള അവസ്ഥയിൽ നിന്ന് 178 വരെ ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കൃണാൽ പാണ്ഡ്യയും രജത് പാട്ടിദാറും തമ്മിൽ. പ്രത്യേകിച്ച് രജത് പാട്ടിദാർ കുറച്ച് ഭയങ്കരമായിട്ടുള്ള അടിയിലുള്ള അല്ല, കുറച്ച് മെല്ലെ ചെറിയൊരു ആങ്കർ ഇന്നിംഗ്സ് രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണോ എന്ന് അറിയില്ല, കൃണാൽ പാണ്ഡ്യയും ആ ഒരു മോഡ് തന്നെയാണ് ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നത്.